ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് വെനസ്ഡേയുടെ എനർജി എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻസ് കാണാൻ സാധിക്കും. പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പാൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ജാനുവരി 8th എനർജി എന്താണ്, വെനസ്ഡേയുടെ എനർജി എന്താണ്. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. സെവൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഇന്നത്തെ ദിവസം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാകാം നിങ്ങളുടെ ലൈഫിലോട്ട്. കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. നിങ്ങളുടെ കോൺഫിഡൻസ് പ്രൂവ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ പ്രൂവ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ടാലൻസ് ആയിരിക്കാം, അത് ഷോക്കേസ് ചെയ്യാനായിട്ട് ഒത്തിരി അവസരങ്ങൾ ഇന്നത്തെ ദിവസം കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. നിങ്ങളുടെ മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ദിവസം വന്നിട്ട് ബാലൻസ് കീപ്പ് ചെയ്യുക. ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മണി സ്പെൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ റീസൺ എന്താണ് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഡീലിംഗ് ആയിരിക്കാം, മാനേജറായിട്ടുള്ള ഡീലിംഗ് ആയിരിക്കാം. അത് കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഫിനാൻസ്, മണി അതൊക്കെ കുറച്ചൊന്ന് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ, ഓൾറെഡി നിങ്ങൾ മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ട്, അതിൻ്റെ ഗ്രോത്ത്, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഈസി മണി അല്ലെങ്കിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഷോർട്ട് കട്ട് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജി, ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും വന്നിട്ട് നിങ്ങൾ മണി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ന് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതിലെല്ലാം ഒരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ സഹായം കൊടുക്കുക അല്ലെങ്കിൽ സഹായം മേടിക്കുന്ന എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അതായത് ആരിൽ നിന്നാണ് മണി സ്വീകരിക്കുന്നത്, എത്ര വിശ്വസ്തരായിട്ടുള്ള വ്യക്തിയിൽ നിന്നിട്ടാണ് ആ ഒരു പൈസ നിങ്ങൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു എനർജി എക്സ്ചേഞ്ച് കൊണ്ടുവരുന്നത് എന്ന് എനിക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതിലെല്ലാം ഒരു പ്ലാനിങ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന പോസിറ്റീവ് എനർജീസ്, അവസരങ്ങൾ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡായിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് ഉൾക്കൊണ്ടിട്ട് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, ഒത്തിരി അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടാകാം. അപ്പോൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. ഏത് എനർജിയാണ് എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ ഗ്രോത്ത് കൊണ്ടുതരുന്നത്, ഫിനാൻഷ്യലി കുറച്ചും കൂടെ അബണ്ടൻ്റ് ആയിട്ടുള്ള എനർജി എന്താണ്, അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എനർജി കൊടുക്കാനായിട്ട്, വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ആദ്യം തോന്നും ഓക്കെ ഒത്തിരി നല്ലതാണ്, ഓക്കെ ഒത്തിരി നമുക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരും. പക്ഷേ അതിൻ്റെ മുന്നോട്ട് ഒരു ലോങ് ടേമിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും ഒന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിരിക്കും, പെട്ടെന്ന് തീർന്നു പോകുന്ന എനർജി ആയിരിക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്കതിനോട് താല്പര്യം ഉണ്ടാകില്ല. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ കെയർഫുള്ളി ചൂസ് ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓവറോൾ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഇവിടെ പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട്, ബുക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആർട്ടിക്കിൾസ് വായിക്കാനായിട്ട്, ഒത്തിരി നോളേജ് നേടാനായിട്ടുള്ള ഒരു എനർജി ഈ ഒരു ദിവസം ബ്ലെസ്സിങ് ആയിട്ട് കടന്നു വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇന്നോവേറ്റീവായിട്ട് പുതിയതായിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു എനർജിയാണ്, ചെയ്യാനായിട്ടുള്ള ഒരു എനർജി, ഊർജം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസം ഫിനാൻസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് നിങ്ങളെ അത് സഹായിക്കുന്നതാണ്.
അതുപോലെ തന്നെ 5 ഓഫ് പെൻറ്റക്കിൾസിൽ കുറച്ച് പേർക്ക് ആൻസേഴ്സ് ലഭിക്കുന്നുണ്ടാകാം. ഈ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും ഒറ്റപ്പെടലായിരിക്കാം, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം, അത് മറികടക്കാനായിട്ട് ഒരു കീ, ഒരു ആൻസർ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിട്ടും കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് വീടായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മോഡിഫിക്കേഷൻ നടത്താനായിട്ടായിരിക്കാം. ഡോറിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡോറ് മാറ്റുക, എന്തെങ്കിലുമൊക്കെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് ഹീലിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ്, ഒരു സമാധാനം കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഇവിടെ ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒത്തിരി വിഷമത്തിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ്, എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നുണ്ടാകാം. ഓപ്പർച്യൂണിറ്റീസിൻ്റെ, അവസരങ്ങളുടെ രൂപത്തിലായിരിക്കാം. ഓക്കെ, അപ്പോൾ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒത്തിരി വിസ്ഡം, അറിവ് അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികളെ മീറ്റ് ചെയ്യാനായിട്ട് അവരിൽ നിന്ന് ജ്ഞാനം നേടാനായിട്ടുള്ള ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം ഫിനാൻഷ്യൽ ഡീലിങ്സ് കെയർഫുള്ളാകുക, പുതിയതായിട്ട് കാര്യങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ കെയർഫുള്ളാകുക. ഓവറോൾ ഒരു പോസിറ്റീവ് എനർജി എക്സ്ചേഞ്ച്, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, ആ ഒരു കമ്പാഷൻ്റെ എനർജിയിലിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ വെനസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേയുടെ എനർജി എന്താണ്. ജാനുവരി 8 വെനസ്ഡേയുടെ എനർജി പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക്. താങ്ക് യു. ഫോളിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. ഫ്രഷ് സ്റ്റാർട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാൽക്കുലേഷൻ്റെ എനർജി. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുന്നതായിരിക്കാം. മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. പുതിയ കാര്യങ്ങളായിട്ട് നിങ്ങൾ ചേർന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ ടീമിൻ്റെ എനർജി, സ്പിരിച്വൽ എനർജിയും നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി ഉള്ളതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഇത് ലിറ്ററലി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട്. പ്രത്യേകിച്ചും മണി ഫിനാൻസ് ആയിട്ട് അവിടെ ഒരു ക്ലാരിറ്റി, വ്യക്തതയായിരിക്കാം. ചാരിറ്റിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി കുറച്ചൊന്ന് കെയർഫുള്ളാകുക. വ്യക്തിബന്ധങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പിലായിരിക്കാം. കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. കരിയറിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുക. കുറച്ച് പേർക്ക് എന്തെങ്കിലും ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴായിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഒരു വ്യക്തിനെ ഏൽപ്പിക്കുമ്പോൾ. ഓക്കെ, അങ്ങനത്തെ ഡീലിങ്സ് എല്ലാം കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേരോട് ട്രാഫിക് കുറച്ചൊന്ന് കെയർഫുള്ളാകാനായിട്ട് പറയുന്നുണ്ട്. ഒത്തിരി ധൃതി കൂട്ടാതിരിക്കുക, ഒത്തിരി ക്ഷമയില്ലാതിരിക്കുന്ന എനർജി, അതെല്ലാം കെയർഫുള്ളാകുക. നമ്മളറിയാതെ തന്നെ ചിലപ്പോൾ നമുക്ക് ആങ്കർ വരുന്നുണ്ടാകാം. അത് പിന്നെ എസ്കലേറ്റ് ചെയ്ത് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോകുന്നുണ്ടാകാം. അതും കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. പുതിയ ക്ലയൻസ് ആയിട്ടുള്ള മീറ്റിങ്സും കുറച്ചൊന്ന് രമ്യതയോടുകൂടി ബാലൻസ്ഡ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. 2 ഓഫ് സോഡ്സിൻ്റെ എനർജി ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അറിയുന്ന കാര്യങ്ങൾ എനിക്കറിയാം, അല്ലെങ്കിൽ എനിക്കറിയില്ല, വ്യക്തതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് പഠിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് പറയാം. ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളോട് സ്വീകരിക്കാനായിട്ട് പറയുന്നുണ്ട്. 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. എന്തെങ്കിലും ടെൻഷൻസ് നൽകുന്ന, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് പിന്നീട് എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ശാന്തി, സമാധാനം നൽകുന്ന ഒരു സ്ഥലത്തോട്ട് അല്ലെങ്കിൽ ഒരു എനർജി ചൂസ് ചെയ്യുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പേരോട് നിങ്ങളിൽ കുറച്ചും കൂടെ വിശ്വസിക്കാനായിട്ടും പറയുന്നുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നതായിരിക്കില്ല സത്യം വന്നിട്ട്.
നിങ്ങൾ അറിയാത്ത കാണാത്ത സത്യങ്ങളും കാണാം. അപ്പോൾ കുറച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറാനായിട്ടും ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാണുന്നുണ്ട്. മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജി, നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നിട്ട്, നിങ്ങളുടെ സ്പിരിച്വൽ ടീമിൽ നിന്നിട്ട് ഒത്തിരി സപ്പോർട്ടും കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. 2 ഓഫ് പെൻറ്റക്കിൾസ് എഗെയിൻ കുറച്ചും കൂടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്. കുറച്ചും കൂടെ ഞാൻ സേഫാണ്, സെക്യൂർ ആണ്, എനിക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്, അതിനാവശ്യമുള്ള പൈസയുണ്ട്, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. 6 ഓഫ് സോഡ്സിൽ വന്നിട്ട് ട്രാവൽ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻ്റെ എനർജിയും കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ ഗൈഡൻസ് ആണ്, ആത്മീയമായിട്ട് നിങ്ങളെ ഒരു സ്ഥലത്തോട്ട്, ഒരു എനർജിയിലോട്ട് കൊണ്ടുപോകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സ്ട്രെങ്ത്ത്, നിങ്ങളുടെ ശക്തി പ്രൂവ് ചെയ്യാനായിട്ടുള്ള അവസരം, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേര് സർപ്രൈസ്ഡ് ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എനർജി കൊണ്ടിട്ട് മറ്റുള്ളവരെ സർപ്രൈസ്ഡ് ആക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് വരുന്നതായിരിക്കാം. ആ ഒരു എനർജിയും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് വാഹനം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലെസ്സിങ് വരുന്നുണ്ടാകാം. ഓക്കെ, എന്തെങ്കിലും സിറ്റുവേഷൻ, എന്തെങ്കിലുമൊക്കെ വിഷമം നിറഞ്ഞ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം കുറച്ച് പേർക്ക് ഇത് വന്നിട്ട്. കുറച്ച് പേർക്ക് റീബിൽഡിൻ്റെ എനർജിയാണ്, അതായത് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു എനർജിയാണ്. അതും ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ വെനസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.